നമസ്തേ. പൊളിറ്റിക്സ് കേരളയുടെ നാട്ടങ്കം ഓട്ടങ്കം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് തൈക്കാട് വാർഡിലെ സ്ഥാനാർത്ഥിയായ BJP സ്ഥാനാർത്ഥിയായ ശ്രീ കസ്തൂരി. അദ്ദേഹം ഒരു വലിയ പാരമ്പര്യത്തിൽ നിന്നും മറ്റൊരു വേദിയിലേക്ക്, ചിന്താസരണിയിലേക്ക് മാറിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ആത്മവിശ്വാസവും പ്രതീക്ഷയും വാഗ്ദാനവും എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചും മനസ്സിലാക്കാം. നമസ്തേ സാർ. നമസ്തേ സാർ, ഒരു വലിയ ഇടതുപക്ഷ പാരമ്പര്യത്തിൽ നിന്നും സാറിൻ്റെ സഹോദരൻ, സാറിൻ്റെ അച്ഛനെന്ന് വെച്ചാൽ ആദ്യകാല കമ്മ്യൂണിസ്റ്റും തിരുവനന്തപുരവും കേരളവും നിറഞ്ഞു നിന്ന കമ്മ്യൂണിസ്റ്റും ഒക്കെയാണ്. സാറിൻ്റെ സഹോദരൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഉന്നത ശീർഷനായ നേതാവും പല പദവികളും വഹിക്കുന്ന ആളുമാണ്. അങ്ങനത്തെ ഒരു പാരമ്പര്യത്തിൽ നിന്നും, അങ്ങനത്തെ ആ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ നിന്നും ആധ്യാത്മികതയിലേക്ക്, വലതുപക്ഷ ചിന്താഗതിയുള്ള പ്രസ്ഥാനത്തിലേക്ക് ചുവടുമാറ്റം നടത്താൻ സാറിനെ പ്രേരിപ്പിച്ച വസ്തുതകൾ എന്താണെന്നൊന്ന് പറയാമോ? രണ്ട് സംഗതി ആൻസർ ചെയ്യാം. ഒന്ന്, ഈ വലതുപക്ഷം എന്ന് പറഞ്ഞത്, വലതുപക്ഷം എന്ന് ഞാൻ പറയില്ല, കാരണം ഇത് സത്യപക്ഷം. ആധ്യാത്മ പഠനം ആണ് ഇതിൻ്റെ പ്രധാന കാരണം. കാരണം ഈ പറയുന്ന ഭൗതികവാദം, കണ്ടതിനെ മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്നത്, സങ്കല്പങ്ങളില്ല എന്ന് പറയുന്നത്, അപ്പോൾ സങ്കല്പങ്ങളിൽ വിശ്വസിക്കാത്തവർ, സങ്കല്പത്തിൽ വിശ്വസിക്കാത്തവരാണ് നല്ലൊരു നാളെയിൽ വിശ്വസിക്കുന്നത്. ബാക്കി നമ്മളെല്ലാം ഈശ്വര സങ്കല്പം എന്ന് പറയും. അപ്പോൾ അത് തന്നെ ഒരുതരം വിഡ്ഢിത്വമാണ്. കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സംഗതിയാണല്ലോ ഈ സങ്കല്പം. അപ്പോൾ നല്ലൊരു നാളെയും ഈ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം വരും എന്നെല്ലാം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും അതും ഒരു പൂർണ്ണ മൂഢതരമാണ്. പിന്നെ രണ്ടാമത് എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം, പാരമ്പര്യത്തിൽ നിന്നുള്ള മാറ്റം. എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു, CPM-ൻ്റെ ഉന്നതനായ നേതാവായിരുന്നു, CITU-ൻ്റെ ആദ്യകാല നേതാവായിരുന്നു. അതൊക്കെ സത്യം തന്നെ. പക്ഷേ അച്ഛൻ്റെ പാരമ്പര്യം കൂടെ നോക്കണ്ടേ? ഒരു പരമ്പര എന്ന് പറയുമ്പോൾ അച്ഛനും മകനും മാത്രമല്ല പരമ്പര. ആ പരമ്പരയ്ക്ക് വലിയ ഒരു കണ്ണിയുടെ ഒരു ശൃംഖലയുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ ആരായിരുന്നു എന്ന് നമ്മൾ ആദ്യം നോക്കണം. അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് നല്ലൊരു ഭക്തൻ, കൃഷ്ണൻ കൺട്രാക്ടർ, പൊട്ടക്കുഴി കൃഷ്ണൻ കൺട്രാക്ടർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തിരുവനന്തപുരത്തെ ഒരു വലിയ ഒരു പ്രമാണി. കാരണം അന്നത്തെ ഒരു കോൺട്രാക്ടർ, അത് ബ്രിട്ടീഷുകാരുടെ കാലത്തെല്ലാം കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന, സർക്കാരിൻ്റെ കോൺട്രാക്ട് ഏറ്റെടുത്ത് വിൽക്കാൻ കെൽപ്പുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. നമ്മുടെ ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായിരുന്ന ഈ പറയുന്ന ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ പറയുന്ന സഖാവ് കെ അനിരുദ്ധൻ. അച്ഛൻ്റെ രാഷ്ട്രീയം നോക്കിയാലും അച്ഛൻ ആദ്യം ചെറുപ്പകാലത്ത് തന്നെ അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും മരിച്ചുപോയി. ഈ അച്ഛൻ ബാല്യകാലം മുതൽ വളർന്നു വരുന്നത് അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ്. അപ്പോൾ തന്നെ ശാസിക്കാനും ഒന്നും ആരും തന്നെ ഇല്ല. അപ്പോൾ ചെറുതിലെ മുതലേ നിർബന്ധിച്ച് നമ്മുടെ ആരാധനാ രീതികളോ ഭക്തി സംഗതികളോ ഇദ്ദേഹത്തിനെ പഠിപ്പിക്കാനായിട്ട് അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. കണ്ണമൂലയാണ് ആ വീട്, അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്, എൻ്റെ വല്യച്ഛൻ്റെ വീട്. അന്ന് വയലും പറമ്പും എല്ലാം ഉണ്ടായിരുന്ന ഒരു സമർത്ഥമായ ഏരിയ ആയിരുന്നു ഈ കണ്ണമൂലയും ആ തറവാട്ട് വീടും. അവിടെ ഒരു പത്തായമുള്ളത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന എത്രയോ ഹരിജന കുടുംബങ്ങൾ, അവരെല്ലാവരും ഈ വയലിൽ കൃഷി ചെയ്തിരുന്ന, ഇവർക്കെല്ലാം അവിടെ ഊണ് വെച്ച് വിളമ്പിയിരുന്ന ഒരു വലിയ തറവാട്ട് വീടാണ്. അപ്പോൾ അവിടെ വളർന്നു വന്നപ്പോൾ ഇദ്ദേഹത്തിന് അന്നത്തെ മഹാത്മാഗാന്ധിയുടെ പ്രസ്ഥാനത്തിൽ, ദേശീയ പ്രസ്ഥാനത്തിൽ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിലേക്ക് വളരെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അതിലേക്ക് താല്പര്യമുണ്ടാവുകയും ഒരു സ്റ്റുഡൻസ് കോൺഗ്രസ് പ്രവർത്തകനാകുകയും ചെയ്താണ് അച്ഛൻ ആദ്യമായിട്ട് സെൻറ്റ് ജോസഫ് സ്കൂളിൽ നിന്ന് ഡിസ്മിസിൽ വാങ്ങുന്നത്. അവിടെ നിന്ന് വീണ്ടും SME സ്കൂളിൽ പോയി അവിടെയും സമരം ചെയ്തു, അവിടെയും ഡിസ്മിസിൽ വാങ്ങി. അവിടെ നിന്ന് ഇദ്ദേഹം തമിഴ്നാട്ടിൽ പോയി, തമിഴ്നാട്ടിലും ലോക്കപ്പിലാകപ്പെട്ടു. അതും സമരത്തിൽ പങ്കെടുത്ത് തന്നെയാണ്. വലിയ ഒരു സമരം, അത് നിരോധിക്കപ്പെട്ട സമരത്തിന് പോയി അറ്റൻഡ് ചെയ്തു. ബാക്കി എല്ലാവരും ഓടി, പോലീസ് ലാത്തി ചാർജ് ചെയ്തപ്പോൾ
അച്ഛൻ ഓടിയില്ല, അവിടെ നിന്നു. പയ്യനാണ്, സ്കൂളിൽ പഠിക്കുന്ന പയ്യനാണ്. അവർ പിടിച്ച് ലോക്കപ്പിൽ കൊണ്ടിട്ടു. എത്ര ദിവസം കഴിഞ്ഞിട്ട് ഈ വല്യച്ഛൻ അറിഞ്ഞ് വക്കീലിനെ വിളിച്ചുകൊണ്ട് ജാമ്യം എടുത്തുകൊണ്ടിരുന്നു. ഇതെല്ലാമാണ് അച്ഛൻ്റെ ചരിത്രം. ഇതെല്ലാം കഴിഞ്ഞാണ് അച്ഛൻ ഇടതുപക്ഷ ആശയത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ പാരമ്പര്യ ചേഞ്ച് എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ അപ്പൂപ്പൻ അന്ന് SNDP സ്ഥാപിക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരു ആദ്യത്തെ SNDPയുടെ ട്രഷറർ എന്ന് പറഞ്ഞ് 1 രൂപ തൊട്ടടുത്ത് കൈവച്ചിട്ട് നീയാണ് ഇതിന് യോഗ്യൻ എന്ന് പറഞ്ഞ് നിയോഗിച്ച ആളാണ്. അപ്പൊ ആ പാരമ്പര്യം ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ എന്റെ അപ്പൂപ്പനെയാണ് നിയോഗിച്ചത്. അപ്പൊ അതൊരു പാരമ്പര്യം തന്നെയാണ് തീർച്ചയായിട്ടും സമ്മതിക്കുന്നത്. സാറിന്റെ അച്ഛന്റെ കാര്യം പറഞ്ഞു, അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞു. സാറിന്റെ അമ്മ ഭക്തയായിരുന്നോ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ? അമ്മ ഭക്തയായിരുന്നു. ഒരു കാരണവശാലും അമ്മ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഈ ആശയങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസമോ സംഘർഷമോ ഉണ്ടായിരുന്നില്ല. അമ്മ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുമായിരുന്നു, അച്ഛൻ ആരാധിക്കൂലായിരുന്നു. അമ്മ എന്നും വൈകിട്ട് നിലവിളക്ക് കൊടുത്തും. കൊച്ചിലെ ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ വിളിച്ചു നിർത്തി പ്രാർത്ഥിക്കും കുഞ്ഞായിരിക്കുമ്പോൾ. അത് കഴിഞ്ഞപ്പോൾ അതിനേക്കാളും വലിയൊരു ആരാധന അച്ഛൻ്റെ അടുത്ത് തോന്നി. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മനസ്സിലേക്ക് വന്ന് കയറാൻ തുടങ്ങി. ഞങ്ങളെല്ലാം ഈ പ്രാർത്ഥന നിർത്തി. ഇതാണ് സംഭവിച്ചത്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് പ്രാർത്ഥന നിർത്തിയെങ്കിലും സാറ് അമ്മയുടെ പാരമ്പര്യവും അമ്മയുടെ ആദ്യകാല പാരമ്പര്യവും സാറിന്റെ ജ്യേഷ്ഠൻ ശ്രീ സമ്പത്ത് അച്ഛന്റെ പാരമ്പര്യവും പിന്തുടർന്നു. അങ്ങനെയാണ് സാർ ഈ ചുവടുമാറ്റം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സാറിൽ അന്തർലീനമായിരിക്കുന്ന ആ സംസ്കാരത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴും BJPയിൽ സാർ പ്രവർത്തിക്കുന്നത്, ഹിന്ദു ഐക്യവേദിയിൽ പ്രവർത്തിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വെറും ഒരു പാരമ്പര്യമല്ല. എനിക്കുണ്ടായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ അച്ഛൻ തിരുവനന്തപുരത്തെ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ഫസ്റ്റ് സൂപ്രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പേര് കാശി നാരായണ അയ്യർ. 100 വർഷങ്ങൾക്ക് മുമ്പ് 20ഓളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു മഹാനാണ്. ഹി വാസ് എ ഗ്രേറ്റ് ഹിന്ദു ഫിലോസഫർ. അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാരനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സാൻസ്ക്രിറ്റ് കോട്ട് ഒറിജിനൽ എടുത്ത് അതിൻ്റെ ട്രാൻസ്ലേഷൻ എഴുതി അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എഴുതിക്കൊണ്ട് ഇവിടെ നടന്നിരുന്ന അന്നത്തെ ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങളെ കൗണ്ടർ ചെയ്ത ഒരു വലിയ മഹാനാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയിരുന്നത് അന്ധവിശ്വാസങ്ങളല്ലായിരുന്നു. അതിനകത്ത് വളരെ വ്യക്തമായ നമ്മുടെ ഹിന്ദു ഫിലോസഫി, വാട്ട് ഈസ് ബ്രഹ്മം, വാട്ട് ഈസ് ഈശ്വര, വാട്ട് ഈസ് ജീവ എന്നൊക്കെ ഉള്ളത് അത് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ നമ്മൾ ABCD പഠിക്കും പോലെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കണ്ടു പഠിക്കാൻ പറ്റില്ല. അതിലെല്ലാം ഉള്ളിലിരിക്കുന്ന ചില സംഗതികൾ നമ്മളെ ഉള്ളിൽ തട്ടി അനുഭവിച്ച് മാത്രമേ നമുക്കത് പഠിക്കാൻ പറ്റൂ. അങ്ങനെയാണ് ആധ്യാത്മം. അതിലേക്ക് ഞാൻ തിരിഞ്ഞു. ശരി, നല്ലത്. സാറിന് തിരിയാനുണ്ടായ കാരണം സാർ അത് വ്യക്തമാക്കി. ഇവിടെ നമ്മുടെ യഥാർത്ഥ ചോദ്യത്തിലേക്ക് കിടക്കുന്ന ഒരു ചെറിയ ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ അതിലോട്ട് കിടക്കാം. നമ്മുടെ ദേശീയ ഗാനം രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയതാണ്, ജന ഗണ മന അതിനായക ജയ ഹേ. അപ്പോൾ അതിൽ അതിനായകനായ ഒരു വ്യക്തിക്ക് ജയ പറയുന്ന ഒരു സ്തുതി ഗീതം തന്നെയാണ് നമ്മുടെ നാഷണൽ ആന്തം. അതിൻ്റെ വളരെ കുറച്ചൊരു ഭാഗം മാത്രമാണ് നമ്മൾ ആലപിക്കുന്നത്, ദേശീയ ഗാനമായി ആലപിക്കുന്നത്, അത്രയുമാണ്. അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഭാരതത്തിൻ്റെ ഭാഗ്യവിധാതാവായി ജയ ഹേ പാടുന്ന, ജയിക്കട്ടെ എന്ന് പാടുന്ന ആ ഭാഗ്യവിധാതാവ് ആരാണെന്ന് സാറിന് പറയാമോ? ഇതൊരു കുസൃതി ചോദ്യമായിട്ട് എടുത്താൽ മതി. കുസൃതി ചോദ്യമല്ല, ഇത് വളരെ വലിയ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കാരണം ഭാരതം എന്നുള്ളൊരു പേരില്ല എന്ന് ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഈയിടെ പറഞ്ഞതേ ഉള്ളൂ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് എന്നാണ്. കയ്യിലിരിക്കുന്ന ഏത് നമ്മുടെ കറൻസിയിലും എഴുതിയിരിക്കുന്നത് ഹിന്ദിയിൽ ഭാരതീയ റിസർവ് ബാങ്ക് എന്നാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിലായാൽ പോലും ഭാരതീയ റിസർവ് ബാങ്ക് എന്ന് എഴുതൂ, അല്ലാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാറുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഭാരതം എന്നുള്ളൊരു വാക്കിനെ പോലും ധിക്കരിക്കുന്ന, അതിനെ പുച്ഛിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ധാർഷ്ട്യമുള്ള ഒരു തരം ആൾക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഭാരതത്തിൻ്റെ ഭാഗ്യവിധാത എന്ന് പറഞ്ഞത് അതിനെ നമ്മൾ നമ്മുടെ ഒരു ഈശ്വര ശക്തി എന്താണോ ഈ രാഷ്ട്രത്തിനെ ഇതിനെ നയിച്ചു കൊണ്ടുപോകുന്നത്, ഇതിന്റെ അകത്തുള്ള ഉള്ളിലുള്ള കവിതയിൽ അന്തർലീനമായിരിക്കുന്ന വസ്തുതയാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇതില് നമ്മൾ ഈ എന്തിനാണ് ദേശീയ ഗാനം എടുക്കുന്നത്? നമുക്കൊരു നാഷണൽ സ്പിരിറ്റ് ഉണ്ടാക്കി, നമുക്കൊരു ശക്തി ഉണ്ടാക്കി. ഇപ്പൊ നമ്മുടെ പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ ഒരു ഇന്റേണൽ സ്പിരിറ്റ് അതിനെ എനർജൈസ് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇതില് ഒരു മഹാഭാരത യുദ്ധമാണല്ലോ നമുക്കെപ്പോഴും നമ്മുടെ ഒരു ഒരു ഫൈറ്റിലെ ഒരു ഇൻസ്പിറേഷൻ.
അപ്പോൾ അവിടെ അറച്ചു നിൽക്കുന്ന അർജുനൻ. അപ്പോൾ അർജുനൻ ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല എന്ന് നിൽക്കുമ്പോഴാണല്ലോ അവിടെ ഒരു വലിയൊരു സംഭാഷണം, ചോദ്യങ്ങളും ഉത്തരങ്ങളും, പിന്നെ അത് കഴിഞ്ഞ് ഭഗവാൻ ഗീത ഉപദേശം കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഞാൻ ഇത്രേ പറയൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പറഞ്ഞാൽ അത് വലിയ വിശദീകരിക്കില്ല. അദ്ദേഹത്തിന്റെ പൂജാമുറി പോലെ കരുതുന്ന വർക്ക് സ്പേസിൽ നമ്മൾ കുറേ വിഗ്രഹങ്ങൾ മറ്റുമൊക്കെ കാണുന്നുണ്ട്. എത്രമാത്രം ഹിന്ദു വിശ്വാസത്തിൽ അദ്ദേഹം അടിയുറച്ചിരിക്കുന്നു. കമ്മ്യൂണിസത്തിന്റെ വളക്കൂറുള്ള മണ്ണിൽ നിന്നും മുളച്ചു പൊന്തി ഹിന്ദു വിശ്വാസത്തിൽ അടിയുറച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ പൂജാമുറി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. സാറ് ഇൻഡസ്ട്രിയൽ ഡിസൈനറായ എഞ്ചിനീയറാണ്, ഫസ്റ്റ് റാങ്ക് പാസ്സായിട്ടുള്ള ആളാണ്. അതെ, വളരെ ശകലം ഒന്ന് പറയാമോ? ബ്രീഫായിട്ട് പറയാം. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്തെ CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ നിന്ന് 87 പാസ്സാകുന്നു. ഒരുമാതിരി നല്ല മാർക്കോടെ പാസ്സാകുന്നു. ആ സമയത്ത് കുറച്ച് മാർക്കിൻ്റെ കുറവുണ്ട്. എൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ച് എനിക്ക് അതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങാനുള്ള കഴിവുണ്ടായിരുന്നു, യോഗ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടുത്തെ SFI പ്രവർത്തകനായിരുന്നു. ഞാൻ അവിടുത്തെ SFIയുടെ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടും യൂണിറ്റ് പ്രസിഡൻ്റായിട്ടും അത് കഴിഞ്ഞ് കോളേജ് യൂണിയൻ ചെയർമാനായിട്ടും ഒക്കെ ഇരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കുറേ ക്ലാസ് എല്ലാം കട്ട് ചെയ്യേണ്ടി വരും. കുറേ കോംപ്രമൈസ് എഡ്യൂക്കേഷൻ ലെവലിൽ അന്ന് നടത്തേണ്ടി വന്നു. പക്ഷേ ഒരു നല്ല ലെവലിൽ ഒരു 70% മുകളിൽ വാങ്ങിയാണ് അവിടെ നിന്ന് പാസ്സാവുന്നത്. ഇത് കഴിഞ്ഞ് ഇൻഡസ്ട്രിയൽ ഡിസൈനിന് പോകുന്നത് IIT ബോംബെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അവിടെ ഇന്ത്യയിൽ ആകമാനം ടെസ്റ്റ് നടത്തി സ്ക്രീൻ ചെയ്തെടുക്കുന്ന 15 വിദ്യാർത്ഥികളിൽ ഒരാളായിട്ട് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. 2 വർഷത്തെ കോഴ്സാണ്. ശരിക്കും ഒരു ഗുരുകുലം എന്നുള്ള രീതിയിൽ അവിടെ വിദ്യ അഭ്യസിക്കാൻ പറ്റി. അവിടെയാണ് എൻ്റെ ആധ്യാത്മികതയുടെ ആ വശം എനിക്ക് തെളിയുന്നത്. കാരണം അത് ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്യാണ്. ഒരു പുതിയൊരു സംഗതിയെ ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മുടെ മൈൻഡിൽ ഇവോൾവ് ചെയ്യണം. ഇത് എവിടെ നിന്ന് കിട്ടും? ഇതൊരു ബുക്കിൽ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റില്ല. ഇത് ഉണ്ടാവുന്നത് ഒരു ഈശ്വര ശക്തിയാണ്. അതൊരു ഇൻറ്റേർണൽ ഒരു സംഗതിയാണ്. ഒരു എവല്യൂഷൻ ഹാപ്പനിങ് വിത്തിൻ എന്നുള്ള ഒരു ഫീല് അവിടെ വെച്ചാണ് ഇതിനെ പഠിക്കുന്നത്. ഈ ആധ്യാത്മികത എന്നെ അതിൽ വളരെയധികം സഹായിച്ചു. 24 മണിക്കൂർ കോഴ്സ്, ഞായറാഴ്ച അവധിയില്ല, ഒരൊറ്റ ദിവസം പോലും ഞാൻ ആ 2 വർഷത്തിൽ ലീവ് എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഗുരുകുലമായിട്ട് അവിടെ നിന്ന് പഠിച്ചു. 1ാം റാങ്കിൽ പാസ്സായി. കൺഗ്രാറ്റ്സ്. അപ്പം പണ്ട് പാസ്സായതാണ്, നല്ലൊരു കൺഗ്രാറ്റ്സ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ സാർ, അവിടെയാണ് സാറിൻ്റെ ആധ്യാത്മികതയുടെ വിത്ത്, ഉള്ളിലുണ്ടായിരുന്ന വിത്ത് മുളച്ചു തുടങ്ങിയത്. ഇന്നത്തെ ഇന്റർവ്യൂവിൻ്റെ കാതലായ ഭാഗത്തേക്ക് ഞാൻ കടക്കുകയാണ്. സാർ ഇപ്പോഴും ഇലക്ഷൻ പ്രവർത്തനം കഴിഞ്ഞൊരു ഇടവേളയിലേക്ക് വീട്ടിലേക്ക് വന്നതാണ്. ഇനിയും ഇറങ്ങും. സാർ ഇപ്പോഴും തൈക്കാട് വാർഡിന് വേണ്ടി ഇലക്ഷന് നിൽക്കുന്നു, അവിടെ ജയിക്കാനായിട്ട് ഇലക്ഷന് നിൽക്കുന്നു. സാർ കണ്ടല്ലോ ഈ വാർഡിൻ്റെ ഇവിടെ ഇപ്പോൾ തൈക്കാടെന്ന് പറഞ്ഞാൽ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. ആർട്സ് കോളേജുണ്ട്, സംഗീത കോളേജുണ്ട്, ഇവിടുത്തെ റെസ്റ്റ് ഹൗസ് ഉണ്ട്, മോഡൽ ഹൈസ്കൂൾ ഉണ്ട്. പക്ഷെ അത് വിട്ടിട്ട് തൈക്കാടിന് വേറൊരു മുഖമുണ്ട്. അത് സാർ ഇപ്പോൾ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. സാറ് ഈ ഇലക്ഷന് നിൽക്കുമ്പോൾ എന്താണ് സാറിൻ്റെ ആത്മവിശ്വാസം, എന്താണ് സാറിൻ്റെ വാഗ്ദാനം? ഈ 2 ചോദ്യത്തിനോട് ഉത്തരം പറയാമോ? ഞാൻ പഠിച്ചതും ഈ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിലും ഗവൺമെൻറ് ആർട്സ് കോളേജിലുമാണ്. അത് കഴിഞ്ഞിട്ടാണ് എഞ്ചിനീയറിങ്ങിന് പോകുന്നത്. ഇപ്പോൾ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടെല്ലാം കാണുന്ന ഹയാട്ടോ ഹോട്ടൽ ഇരിക്കുന്നതും ഈ തൈക്കാട് വാർഡിലാണ്. പക്ഷേ ഇവിടെയുള്ള മറ്റൊരു പ്രധാന സംഗതി എന്ന് പറയുന്നത് വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ. തൈക്കാടുള്ള വളരെ പുരാതനമായ സ്ത്രീകളുടെ, കുട്ടികളുടെ അല്ലെങ്കിൽ പ്രസവ ആശുപത്രി. അതിനൊരു ചരിത്രമുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ അപ്പൂപ്പൻ, ഈ പറഞ്ഞ പൊട്ടക്കുഴി കൃഷ്ണ കോൺട്രാക്ടർ, അതിനകത്ത് അദ്ദേഹത്തിന് എന്തോ ഒരു റോളുണ്ടായിരുന്നു. അതിൻ്റെ വസ്തു, അത് ദാനം കൊടുത്തതിൻ്റെ അന്ന് ഒരു റൂളുണ്ടായിരുന്നു. പൊട്ടക്കുഴി കൃഷ്ണൻ കോൺട്രാക്ടറുടെ പരമ്പരകൾക്ക് ആർക്ക് വേണോ അവിടെ വന്ന് സൗജന്യമായി പ്രസവ ചികിത്സ നടത്താം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു ആശുപത്രി ഇന്ന് അതിൻ്റെ ഗതി നമ്മൾ നോക്കിയാൽ വെള്ളമില്ല, വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. വലിയൊരു ആശുപത്രിയാണ്. അതിനകത്ത് സ്ഥലമുണ്ട്. ഒന്ന് നേരെ പ്ലാൻ ചെയ്ത് അവിടെ ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വരെ അതിനെയെല്ലാം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് കയറിപ്പോകുന്ന ഒരു ചെറിയൊരു കയറ്റമുണ്ട്. അവിടെ എങ്ങാനും ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവച്ചാൽ അത് ഈ ആശുപത്രിയിൽ ഒന്ന് ഓടി കയറിയിട്ട് വന്നതായിരിക്കും. തിരിച്ചു വരുമ്പോഴത്തേക്കും പോലീസുകാർ ഫൈൻ അടിച്ചു വെച്ചിരിക്കും. 10 വർഷത്തോളം ഞാൻ കണ്ടതാണ്. റോഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് പൊളിച്ചിട്ടിട്ട് ഈ ആശുപത്രിയിലേക്ക് പോകുന്ന പ്രധാന വഴി അത് 2 സൈഡും ഇളക്കി മറിച്ച് ആ റോഡ് മുഴുവൻ കുഴി, ഗട്ടർ
എന്ന് വെച്ചാൽ ഒരു വാഹനത്തിനും കുലുങ്ങാതെ അതുവഴി പോകാൻ പറ്റൂല. അത് മേട്ടുക്കട ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള റോഡ് ശരിക്കും പറഞ്ഞാൽ ഒരു റോഡേ അല്ലായിരുന്നു, ഇറ്റ് വാസ് എ ഓഫ് റോഡ് റൈഡ്. ഇതിൽ കൂടെയാണ് പ്രസവിക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ ആ ആശുപത്രിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുമല്ലോ നമ്പർ 1 എന്താ ഹെൽത്ത് പ്രൊവൈഡേഴ്സ്, അതായത് സുഖപ്രസവം റോഡിൽ ഈ ഒരു സംഗതി ഇത് നടപ്പിലാക്കിയ അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് വന്നപ്പോൾ എത്ര വർഷമായി ഇന്ത്യയിലൊട്ടാകെ സ്മാർട്ട് സിറ്റികൾ നടപ്പിലാക്കിയിട്ട് നമ്മൾ കാണുന്നില്ലേ? ഗുജറാത്തിൽ ചില നഗരങ്ങളിൽ ചെയ്തത് കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ട് ആയിട്ട് അതിൽ കൂടെ ഗ്യാസ്, അതിൽ കൂടെ ഇലക്ട്രിസിറ്റി, അതിലെല്ലാം ഒരിക്കലും റോഡ് വെട്ടിപ്പൊളിക്കണ്ട ഈ ഉള്ള രീതിയിൽ എന്തിനാ മാലിന്യ സംസ്കരണം പോലും അതിൽ കൂടെ ട്യൂബ് വഴി കൊണ്ടുപോയി ചെയ്യുന്ന ഇതായിരുന്നു ശരിക്കും സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്തത്. ഇവിടെ ഈ ഫണ്ട് അലോട്ട് ചെയ്തിട്ട് 10 വർഷം ഈ ഫണ്ട് ഞങ്ങൾ ഉപയോഗിക്കില്ല, ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റ് ആണെന്ന് വരും. ഞങ്ങൾക്ക് ഈ വികസനം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് നരേന്ദ്രമോദി വിഭാവന ചെയ്യുന്ന അങ്ങേര് ലീഡ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വികസന പ്രവർത്തനം കേരളത്തിൽ നടക്കണ്ട, ഞങ്ങൾക്ക് കട്ട് ചെയ്ത് നിർത്തിയാൽ മതി. അവിടെ ആ പൈസ വേണം, വേറെ ഇവിടെ വരുമാനമില്ല. അപ്പോൾ ആ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് കിട്ടണമെങ്കിൽ ഈ പ്രോജക്റ്റ് ചെയ്തേ പറ്റൂ. അത് കാരണം ചെയ്തതുകൊണ്ട് 10 വർഷം കഴിഞ്ഞാൽ റോഡിനെങ്കിലും ഒരു ഗതി വന്നു. ഇതാണ് സംഭവിച്ചത്. രണ്ടാമതുള്ളത് ശ്മശാനം, പൊതു ശ്മശാനം. അതിരിക്കുന്നത് മേട്ടുക്കടയ്ക്ക് താഴെ ഇറങ്ങി കണ്ണേറ്റുമുക്കിൽ നിന്ന് പോകുന്ന സ്ഥലം, ശാന്തി കവാടം എന്ന് പറയും. അവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതിനെ ഗേറ്റ് ഇട്ട് പൂട്ടി അടച്ചു വെച്ചിട്ടുണ്ട്. അവിടെ വരുന്നവർ പാർക്ക് ചെയ്യരുത്. ഇങ്ങനെ എല്ലാ രീതിയിലും. ഇനി ശ്മശാനങ്ങളിൽ നിന്ന് ഉയരുന്ന പുക, അതിന് വേണ്ടുന്ന ആ പൊല്യൂഷൻ കൺട്രോൾ, അത് ഒരു ശ്മശാനമല്ല, പൊതു ശ്മശാനം മാത്രമല്ല, പല ജാതി വിഭാഗങ്ങളുടെ ശ്മശാനങ്ങളും അവിടെയുണ്ട്. ആ സമീപവാസം അവരെല്ലാം കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. പലരും പറയുന്നത് വലിയ പാടാണ് ഇവിടെ ഈ പൊല്യൂഷൻ, ഈ പുക, ഈ സ്മെല്ല്, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അവരോട് കത്തിച്ചോട്ടെ, ഞങ്ങളെതിരല്ല. പക്ഷേ അവർ കത്തിക്കുന്നത് ഞങ്ങൾക്ക് ശല്യമുണ്ടാക്കാത്ത രീതിയിൽ ഒരു ചിമ്മിനിയോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ വെച്ച് ചെയ്യണം. ഇതെല്ലാം നമ്മളൊരു സോഷ്യൽ നെസസിറ്റിയാണ്. പോയ വഴികൾ, ഒരു വീട്ടിൽ കയറി പോകുന്നു, ഒരു കാലൊടിഞ്ഞ് കിടക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ കാലെടുത്ത് വെച്ചാൽ ചതക്കി വീഴുന്ന ടൈലിട്ടിരിക്കുകയാണ്, കോർപ്പറേഷൻ ഇട്ടതാണ്. 45 ഡിഗ്രിയിൽ കൂടുതൽ സ്ലോപ്പുള്ള ക്ലൈംബ്, അതിലാണ് ഈ ടൈലിട്ടിരിക്കുന്നത്. മഴ പെയ്ത് കിടക്കുകയാണ്. ഞങ്ങൾ അതിൽ കയറണമെങ്കിൽ 2 സൈഡിൽ, കൂടി ഇത്ര വീതിയേ ഉള്ളൂ 2 ചുവരുകൾക്കിടയിലുള്ള സ്പേസ്. ഈ 2 ചുവരിൽ അമർത്തി ചറക്കി വീഴാതെ കയറി പോവുകയാണ്. ഈ രീതിയിലാണ് നമ്മളെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഞാൻ അറിഞ്ഞത് ഈ തറയിൽ ടൈലിടുന്നത്, ഫുട്പാത്തിൽ ടൈലിടുന്നത്, ഇതെല്ലാം വെറും അസംബന്ധമാണ്. ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. 2000 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് എഴുതി വാങ്ങിച്ച് വീതിച്ചിട്ടാണ് ഈ കൗൺസിലർമാർ ഈ ടൈലിടാനുള്ള പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്യുന്നത്. 2000 രൂപയാണ് ടോട്ടൽ ചിലവ്. നമ്മളെ വീട്ടിൽ ചെയ്താൽ എത്രയാവും ഒരു സ്ക്വയർ ഫീറ്റിന്? ഈ രീതിയിലാണ് നമ്മളെ നാട്ടിലെ വെട്ടിപ്പ് നടക്കുന്നത്. ഇത് ഒരു എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ എനിക്കറിയാം, ഇത് ഭയങ്കരമായ അഴിമതിയാണ്. വേണ്ടാത്തടത്തെല്ലാം ടൈലിട്ടിരിക്കും. ഇതാ കഴിഞ്ഞ മാസം എൻ്റെ വീട്ടിൻ്റെ നിലയിൽ ടൈലിട്ടു. കാരണം എന്താണ്? കോർപ്പറേഷൻ ഇലക്ഷൻ വരാൻ പോകുന്നു, കൗൺസിലർ ടേം തീരെയാണ്. അത് ഒരു സൈഡിലല്ലേ ഇട്ടുള്ളൂ, ആ സൈഡിൽ നേരത്തെ ഇട്ടു. അവിടെ ആ പരിസരത്തിൽ വന്ന് വഴി ചോദിച്ചവര് പറഞ്ഞു ആ സമ്പത്തിന്റെയോ അല്ലെങ്കിൽ സൂര്യയുടെ വീട്ടിൽ പോകാൻ വലതുവശത്ത് ടൈല് നോക്കിയാൽ മതി, അവരെ വീട്ടിന്റെ മുമ്പിൽ ടൈലിട്ടിട്ടുണ്ടോ മറുവശത്തിട്ടിട്ട്. ഇതൊരു ആക്ഷേപത്തോടു കൂടി പറഞ്ഞ വസ്തുത. പക്ഷേ ഞാൻ പറഞ്ഞുതരാം, അപ്പുറത്തെ സൈഡിലെ ടൈല് നേരത്തെ ഇട്ടു. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞുതരാം. ആ സൈഡിലുള്ള ടൈല് വണ്ടി കയറി പൊട്ടിച്ചു. വലിയ ലോറി വന്നു എതിരെയുള്ള ഹോട്ടലില്, അവൻ കയറിയപ്പോൾ സ്ലാബ് പൊട്ടി. ഈ താഴോട്ട് ടൈലിട്ടില്ല. കാരണം എന്തെന്നറിയാമോ? ഈ ഇരിക്കുന്ന വലിയ ഹോട്ടലിന് ഡ്രെയിനേജ് കണക്ഷൻ ഇല്ല. ഇവിടെ മുമ്പ് ഈ ഹോട്ടൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഈ റോഡിൽ കൂടെ ഏകദേശം 1 വർഷം മലിനജലം റോഡിൽ കൂടെ പമ്പ് ചെയ്ത് ഒഴുകിക്കൊണ്ടിരുന്നിട്ടുണ്ട്. അന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു പോലീസുകാരനും ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഒരു കോർപ്പറേഷനും ഒരു മന്ത്രിയും ഇവരെല്ലാം ഇതുവരെ യാത്ര ചെയ്യുന്നവരാണ്. ഇതിനെതിരെ അവർ പ്രതികരിച്ചിട്ടില്ല, നടപടിയെടുത്തിട്ടില്ല. ഗതികെട്ട് ഇതുവഴി നടന്നു പോകുന്ന കുട്ടികളുടെ പുറത്ത് മലം കലങ്ങിയ വെള്ളം വണ്ടി പോകുമ്പോൾ സ്പ്ലാഷ് ചെയ്ത് അടിക്കുന്നത് നിത്യസംഭവമായിരുന്നു. ഒരു ഞായറാഴ്ച ദിവസം ഞാൻ ഇറങ്ങി, അന്ന് ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനല്ല, ഇത് ഗതികെട്ട് ഞാൻ ഈ റോഡിൽ താമസിക്കുന്ന ഓരോ വീട്ടിലും ചെന്ന് പറഞ്ഞു, ഒരു വോളണ്ടിയർ ഈ വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ വരൂ, നമുക്കിത് നിർത്താം. അങ്ങനെ മുകളിൽ വിമൻസ് കോളേജ് മുതൽ താഴെ NC ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരെയുള്ള സകല വീട്ടിലും ഞാൻ കയറി ഇറങ്ങി. എൻ്റെ കൂടെ എൻ്റെ ചേട്ടനോ എൻ്റെ അച്ഛനോ ഒന്നുമില്ല, രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവരെ ഇറക്കി ആ ഗേറ്റിൽ പോയി ബഹളം ഉണ്ടാക്കി. ഞങ്ങളുടെ സ്വത്വം അക്രമാസക്തമായി കല്ലെറിഞ്ഞു. അവൻ ഇട്ടിരുന്ന പൈപ്പിനെ അടിച്ചു പൊട്ടിച്ചു.
പോലീസ് വന്നു. വലിയ സന്തോഷം. സാറന്മാർ ഇന്നലെ വരെ കാണാത്തതല്ലേ, ഈ ജലം നിർത്തിയിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാം. ഞങ്ങൾ ആവശ്യം ഈ ജലം നിർത്തലാണ്. സാറിന് എൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്യാം, ബാക്കിയുള്ളവരെ വിട്ടേക്ക്, ഞാനാണ് ഇതിന് ഉത്തരവാദി. അന്ന് ആ ജലം നിന്നു. അവിടെ ഒരു ടാങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ തൊഴിലാളികളും വിസർജിക്കുന്നത് കിട്ടിയിട്ടിട്ട് അതിനെ മഴ വരുമ്പം പൈപ്പ് വെച്ചടിച്ച് റോഡിൽ വിടുമായിരുന്നു. ഇതിന് പകരം അന്നത്തെ ഹോട്ടൽ കൺസ്ട്രക്ഷൻ അന്ന് ടാജായിരുന്നു, അവരവിടെ ഒരു ഓട പണിതു. ആ ഓടയിൽ കൂടെ അവരുടെ മലിനജലം താഴെയുള്ള വലിയ ഓട അത് പോയി വീഴുന്നത് നമ്മുടെ കുതിരലായം വഴി ഏതിലാണ്? നമ്മുടെ കിള്ളിപ്പാലം. ആറാണ്, ശുദ്ധജലമാണ്, അവിടെ പോയി വീഴാൻ വേണ്ടി അതുവഴി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെയാണോ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഡ്രെയിനേജ് കണക്ഷൻ ഇല്ല. ഒട്ടനവധി പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ കണ്ണേറ്റുമുക്കിന്റെ പരിസരത്തുള്ള ചാണകക്കുഴി പോലുള്ള കുറേ പ്രദേശങ്ങളുണ്ട്. ഇതെല്ലാം സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിനൊക്കെ പരിഹാരവും പദ്ധതികളും മനസ്സിലുണ്ട്. എല്ലാ പദ്ധതികളും എനിക്ക് ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾക്ക് സംഘടനാപരമായി ഇനിയിപ്പോൾ ഞാൻ ആ രീതിയിലേ ചെയ്യാൻ പറ്റൂ. കാരണം അങ്ങനെയാണെങ്കിൽ BJP കോർപ്പറേഷൻ പിടിക്കുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടോ? ഉണ്ട്. അങ്ങനെ BJP കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്താൽ കൂടുതൽ ഫണ്ട് കിട്ടാനുള്ള സാധ്യത എന്താ? തീർച്ചയായിട്ടും ഉണ്ട്. എത്രയോ പ്രോജക്റ്റുകൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. നമുക്കത് കൊണ്ടുവരണം. ഞാൻ വീടുകളുടെ ഗതി കണ്ടതാണ്. വെറും ഒരു ഫ്ലക്സ് ആണ് അവരുടെ കൂര, സൈഡ് കാർഡ്ബോർഡ് വെച്ച് മറച്ചിരിക്കുകയാണ്. ആ ഒരു ഇടുങ്ങിയ മുറിക്കകത്ത്, ഇവിടെ മാത്രമല്ല പൗണ്ടുകുളം കോളനിയിൽ ഞാൻ സന്ദർശിച്ചു, അവിടെ മുഴുവൻ എല്ലാ വീട്ടിലും പോയി ആൾക്കാരെ കണ്ടു. അപ്പോൾ സാറിന്റെ ആത്മവിശ്വാസം, ജനങ്ങളുടെ പ്രതികരണം, അതായത് ഇത്രയും കടുത്ത കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് ചുവടുമാറ്റം നടത്തി ഒരു വിശ്വാസാധിഷ്ഠിതമായ BJP അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയായിട്ട് ഇലക്ഷൻ അഭിമുഖീകരിക്കുമ്പോൾ മൊത്തത്തിലുള്ള ഒരു ജനത്തിന്റെ ഒരു പൾസസ് സാറിന് അറിയാൻ കഴിയുമല്ലോ. അവര് കൂടുതലും സാറിനോടൊപ്പമാണോ? വളരെ നന്നായിട്ടും എൻ്റെ കൂടെ ശ്രീമാൻ നരേന്ദ്രമോദി ലീഡ് ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അവർക്കറിയാം, പക്ഷെ കിട്ടുന്നില്ല എന്നുള്ള സങ്കടം അവർക്കുണ്ട്, അതിലുള്ള ദേഷ്യം അവർക്കുണ്ട്. അവർ എൻ്റെ കൂടെ, BJPയുടെ കൂടെ ഇപ്പോൾ ഒരു മാറ്റം വരണം, ഈ മാറ്റം അനിവാര്യമാണ്, മാറ്റം വന്നേ പറ്റൂ എന്ന് ഉറച്ച് പറഞ്ഞുകൊണ്ട് അവർ വികാരഭരിതരായിട്ട് രണ്ട് കൈയും എടുത്ത് എൻ്റെ തലയിൽ വെച്ച് മക്കളെ നിന്നെ അനുഗ്രഹിക്കുന്നു, നീയും നിന്റെ പാർട്ടിയും അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് തിളച്ചു നിൽക്കുന്ന എത്രയോ അമ്മമാരെ, മുത്തശ്ശിമാരെ ഞാൻ കണ്ടിട്ടാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലെ പര്യടനം അവിടെ നടത്തിയത്. വീടാന്തരം, ഞങ്ങൾക്ക് മൈക്ക് സെറ്റില്ല, വേറെ വലിയ ഘോഷങ്ങളില്ല. ഓരോരുത്തരെയും നേരിട്ട് കണ്ട് ഹൃദയം കൊണ്ട് അവരെ മനസ്സിലാക്കി, ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് മനസ്സിലാക്കി ഉറപ്പിച്ച് എത്രയോ കമ്മ്യൂണിസ്റ്റുകാരെന്നെ വിളിച്ച് പറഞ്ഞു, നിന്നെ ഞങ്ങൾക്കറിയാം, നിന്റെ പാരമ്പര്യം അറിയാം, ഞാൻ നിന്റെ കൂടെയാണ്. ഓക്കെ സാർ, അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളെയും പോലെ ജനം തീരുമാനിക്കട്ടെ ഈ തൈക്കാട് വാർഡിന് ശ്രീമാൻ കസ്തൂരിയെ വേണമോ വേണ്ടയെന്ന്. മത്സരിക്കുന്ന എല്ലാവർക്കും എന്നതുപോലെ താങ്കൾക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം വിട്ട് ഭക്തിയുടെ മാർഗത്തിലും BJPയുടെ മാർഗത്തിലും വന്ന ശ്രീ കസ്തൂരി പടക്കളത്തിലാണ്, എലക്ഷൻ പോരിലാണ്. അദ്ദേഹം ജയിക്കണോ വേണ്ടയോ എന്നത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. തൈക്കാട് വാർഡിലെ BJP സ്ഥാനാർത്ഥി ശ്രീ കസ്തൂരി സാർ അവരുടെ കുറെ വാഗ്ദാനങ്ങളും അവർ ഇനി ജയിച്ചാൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. കുറെ ജീവിതാനുഭവങ്ങളും സാഹചര്യങ്ങളും എല്ലാം നമുക്ക് വേണ്ടി പങ്കുവച്ചു. നമുക്കിനി ജനവിധിക്കായി കാത്തിരിക്കാം.